ഓ ഇതിൻ്റെ ഒരു ജൂത പാരമ്പര്യവും ഈ മട്ടാഞ്ചേരിയുടെ ഒരു സൗന്ദര്യവും മമ്മൂക്കയുടെ കാല് പിടിച്ചൊരു സ്ലോട്ടൊക്കെ ഫ്രീ ആയിട്ട് വാങ്ങിച്ച് ദുബായിക്ക് പോയി ഡയാസ്പൊറ. ഞാൻ രണ്ടാമത് വായിച്ച ഏക ബുക്ക് ഡയാസ്പൊറയാണ്. ഞാൻ ഈ ബുക്കിൻ്റെ ഫ്രണ്ട് കവറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അതിലൊരു മെസ്സേജ് ഞാൻ ഇട്ടു. മമ്മൂട്ടി ഇതിന് മറുപടി അയക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എപ്പോഴെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചു. സുധീഷ് പറഞ്ഞ സിനിമയുടെ പോസിബിലിറ്റി ഞാൻ ഇന്ന് രാവിലെ ഒന്ന് ആലോചിച്ചിരുന്നു. ഞാൻ ഈ ബുക്കിന്റെ ഫ്രണ്ട് കവറിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അതിലൊരു മെസ്സേജ് ഞാൻ ഇട്ടു. ഞാൻ വായിക്കാം. മമ്മൂക്ക, ഇതിൽ ഒരു ഇന്റർനാഷണൽ സിനിമയുണ്ട്. മട്ടാഞ്ചേരിയുടെയും ജൂതരുടെയും ചരിത്രമുണ്ട്. ഒരു ആക്ടറെ വെല്ലുവിളിക്കുന്ന നായക കഥാപാത്രമുണ്ട്. ഇതാണ് ഞാൻ മമ്മൂട്ടിക്ക് അയച്ച മെസ്സേജ്. മമ്മൂട്ടി ഇതിന് മറുപടി അയക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എപ്പോഴെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ആ മറുപടി ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഈ പുസ്തകോത്സവങ്ങൾ വന്ന് ഞാൻ ടെലിവിഷൻ എന്റെ ജോലി തുടങ്ങുന്നത് വ്യാപാരങ്ങളുടെ മഹോത്സവം എന്ന് പറയുന്ന പേരിട്ടിട്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നു. 2000 ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഷൂട്ട് ചെയ്യാൻ ഞാൻ മമ്മൂക്കയുടെ കാല് പിടിച്ചൊരു സ്ലോട്ടൊക്കെ ഫ്രീ ആയിട്ട് വാങ്ങിച്ച് ദുബായിക്ക് പോയി. അങ്ങനെയാണ് എന്റെ ടെലിവിഷൻ ലൈഫ് തുടങ്ങുന്നത്. പിന്നീട് കുറച്ച് ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പൊ വന്ന് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനൊക്കെ വിട്ടുവിട്ട പുസ്തകോത്സവം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ റിഫ്ലക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നോവൽ സാഹിത്യത്തിലാണെന്ന് തോന്നുന്നു. എത്ര നോവൽ ഇറങ്ങുന്നത്! ഞാനൊക്കെ ഒരുവിധം ഫാസ്റ്റ് ആയിട്ടൊക്കെ വായിക്കുന്ന, ഒരു 100 പേജൊക്കെ ഒരു ദിവസം വായിച്ച് തള്ളണം എന്നൊക്കെ ദുരാഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരാളാ. എന്നിട്ട് പോലും എവിടെ എത്തുന്നില്ല. കാരണം എല്ലാ പണി വെച്ച് മാറ്റി വെച്ച് വായിച്ചു കഴിഞ്ഞാലും എത്തില്ല. പക്ഷേ ഇതിനിടയില് DC അവാർഡ് കിട്ടിയ ഷംസുവിന്റെ ഇരീച്ച് അൽക്കാപ്പ്, വിഷ്ണുവിന്റെ മത്യാസ്, ഇദ്ദേഹത്തിന്റെ ഡയാസ്പൊറ, ഞാൻ രണ്ടാമത് വായിച്ച ഏക ബുക്ക് ഡയാസ്പൊറയാണ്. അത് വായിക്കാനൊരു കാരണമുണ്ട്. കാരണം വെച്ചാല് ഞാനിത് ആദ്യം വായിച്ചു തീർത്തപ്പോഴ് ഇതിൽ എന്നെ അട്രാക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇതിന്റെ ഒരു ജൂത പാരമ്പര്യവും ഈ മട്ടാഞ്ചേരിയുടെ ഒരു സൗന്ദര്യവും, ഒപ്പം കാൽപ്പനികമല്ലാത്ത കവിതയുടെ ഒരു വലിയ ലെയർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതായത് മഴ വന്നിട്ട് മേൽക്കൂരിലിരുന്ന് വീണ്ടും തിരിച്ച് അറബിക്കടലിലേക്ക് പോയ മഴയെ പറ്റി ഒരു സ്ഥലത്ത് പറയുന്നു. ഇത് ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്, ഞാൻ എടുത്തു വെച്ചേക്കുന്നതല്ല. അപ്പൊ ഇത്തരത്തില് കവിതയുടെ ഒരു സെക്ഷൻ വരുന്നു. അപ്പൊ കവിത അവിടെ വായിക്കുമല്ലോ. ഇങ്ങനെ ഈ കവിത വീണ്ടും ഇത് വായിക്കാൻ തുടങ്ങിയപ്പോഴ് ഞാൻ അന്ന് സുരേഷിനെ വീണ്ടും വിളിച്ചു. ഈ 12 പൂച്ചകള് ശരിക്കും ഈ ക്രൈസ്തനും 12 ശിഷ്യന്മാരല്ലേ? അത് വല്ലതുമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇദ്ദേഹം പറഞ്ഞ അല്ല, ഞാനത് ഇസ്രായേലിലെ പഴയ ചെതറിപ്പോയ ഗോത്രങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് 12 പൂച്ചകളെ ചിന്തിച്ചത്.
ഞാൻ പറഞ്ഞു സന്തോഷം. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശിഷ്യന്മാര് 12 എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇപ്പൊ ഞാൻ ഈ ബുക്കിലൂടെ കടന്നു പോകുമ്പോഴ് എന്റെ മുൻപില് വേറൊരു ക്രൈസ്റ്റാണ് നിൽക്കുന്നത്. സ്ലോമയുടെ അവിടെ നിൽക്കുന്ന ആ കഥാപാത്രത്തിന്, അതുകൊണ്ടാണ് ഡോക്ടർ ശാലിനി സംസാരിച്ചപ്പോഴ് ഈ ക്യാരക്ടർ എന്താണ് ഇങ്ങനെ, അതായത് മാർത്തയെടുത്തൊരു ബന്ധം കീപ്പ് ചെയ്യുന്നു, തിമോറയെടുത്ത് മറ്റൊരു ബന്ധം കീപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നോക്കിയതെന്ന് പറഞ്ഞാല് ഇയാൾ എവിടെയെങ്കിലും ഇത് ആസ്വദിക്കുന്നതായിട്ടുണ്ടോ? ഞാനൊരു സ്ഥലത്തും കണ്ടില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോളമൻ ആകെ ആസ്വദിച്ചേക്കുന്നത് ആദ്യത്തെ പ്രണയത്തില് ജോസഫിന് മാത്രമാണ്. പിന്നീട് മുഴുവൻ ഈ മാർത്ത കണ്ട പരാക്രമം മുഴുവൻ ഇയാളുടെ ശരീരത്ത് കാണിക്കുമ്പോഴും ഇയാളത് ആസ്വദിച്ചതായിട്ട് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. എനിക്ക് ആ ഒരു ക്യാരക്ടറൈസേഷനാണ് ഇത് മമ്മൂട്ടി ചെയ്താൽ നന്നാവും എന്ന് എനിക്ക് തോന്നിയത്. ഇതിന് മുൻപൊരിക്കൽ തോന്നിയത് കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളിലെ തങ്ങളിലാണ് ആ ഒരു സ്ട്രെങ്ത് ഇതൊക്കെയുള്ള. അപ്പൊ അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് എനിക്കത് തോന്നിയോണ്ടാണ് മമ്മൂക്കയ്ക്ക് അതേപോലെ മെസ്സേജ് അയച്ചത്. എന്തായാലും അത് സംഭവിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും. കാരണം ഒരു സാഹിത്യ സൃഷ്ടിയുടെ, ഒരു കലാസൃഷ്ടിയുടെ പരമമായിട്ടുള്ള മോക്ഷമാണ് സിനിമയെന്നൊന്നും വിശ്വസിച്ചിട്ടല്ല. പക്ഷെ ഒരുപാട് ക്ലാസിക്കുകൾ, അങ്ങേറ്റം ക്ലാസിക് സിനിമകളായിട്ട് മാറിയ, ഫിലിം ക്ലാസിക്സ് ആയിട്ട് മാറിയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. മോബി ഡിക്ക് ആണെങ്കിലും, ഗോൺ വിത്ത് ദ വിൻഡ് ആണെങ്കിലും, സോർബ ദ ഗ്രേറ്റ് ആണെങ്കിലും, എത്ര ഫിലിംസ്. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമ. ഒപ്പം തന്നെ ഈ നോവൽ ഷോക്കേസ് ചെയ്ത് വെക്കുന്ന ജൂത ആ ഒരു സംസ്കാരത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മട്ടാഞ്ചേരിയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടുള്ള നമുക്കറിയാം. ഇത് ഒരു സിനിമയുടെ ഇതിൽ കൂടെ ശേഖരിക്കപ്പെടട്ടെ, ഇതൊരു അബ്രകാവ്യമായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി എനിക്ക് അയച്ച ആ ഒരു ചിരിക്കുന്ന സ്മൈലി നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് വാക്കു ചുരുക്കാം.